നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെയും അമേരിക്കൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഇറാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഇറാൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, അതുപോലെ അവരുടെ സൈനിക താവളങ്ങൾ, തുറമുഖ നഗരങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഇറാൻ വധിച്ച തങ്ങളുടെ സൈനികരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്രയും വലിയൊരു ആക്രമണം ഇപ്പോൾ നടത്തുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാനെ ഒരു കാരണവശാലും തങ്ങൾ വെറുതെ വിടുകയില്ല എന്നും ആണവായുധം നിർമ്മിക്കാൻ അവരെ ഒരിക്കലും തങ്ങൾ അനുവദിക്കുകയില്ല എന്നുമാണ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ ആകട്ടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കും തങ്ങളുടെ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും എല്ലാം തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. ഇതുകൂടാതെ ജോർദാനും സിറിയയിലുമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചതായും അവിടെ സൂക്ഷിച്ചിരുന്ന യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ തങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചതായും ഇറാനും അവകാശപ്പെടുന്നുണ്ട്. അതിനിടയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഇറാൻ അയച്ച മിസൈലുകൾ പതിച്ചതാണ്. എന്നാൽ താങ്കൾ ലക്ഷ്യമിട്ടത് ഇസ്രായേലിനെ അല്ല, ജോർദാനിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തന്നെയാണ് എന്ന് ഇറാൻ പറയുമ്പോഴും ഇപ്പോൾ ഇത് ഇസ്രായേലിനെ ഏറെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്നും ഇനി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിശക്തമായ തോതിൽ തങ്ങൾ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവരാണ് ഈ യുദ്ധം നയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ നേരത്തെ അമേരിക്ക വധിച്ചിരുന്നു. ഇതിന് പ്രതികാരം വീട്ടുക എന്നുള്ളത് കൂടി തങ്ങളുടെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി ഇപ്പോഴും തർക്കങ്ങൾ തുടരുക തന്നെയാണ്. ഹോർമൂസ് കടലിലൂടെ കടന്നുപോയ 2 കപ്പലുകൾ തങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള യഥാർത്ഥമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇറാനും ഒരേ സമയം തങ്ങളുടെ അവകാശവാദങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ആകെ ഭീതിയിലാണ്. അതുപോലെ ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള തങ്ങളുടെ രാജ്യക്കാരോട് മടങ്ങിയെത്താൻ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ആക്രമണം ഇനിയും ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയായിരിക്കും ദോഷകരമായി ബാധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും ഇറാന് നേർക്ക് ആക്രമണം ആരംഭിക്കുകയാണെങ്കിൽ അത് വേറൊരു തലത്തിലേക്ക് യുദ്ധത്തെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചാണ് ശരിക്കും ഈ ആക്രമണം ആരംഭിച്ചതെങ്കിലും പിന്നീട് അമേരിക്ക ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന് പിന്മാറുക തന്നെ ചെയ്യുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും അമേരിക്ക ഇപ്പോൾ ഇറാന് നേർക്ക് ആക്രമണം നടത്തുന്നത്. ഇസ്രായേൽ ആകട്ടെ കൂടുതൽ സമയം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലെബനനിലേക്കാണ്. അവിടെയുള്ള ഹിസ്ബുള്ള താവളങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനിടെ ഇറാൻ ഹിസ്ബുള്ളയോട് തങ്ങളുടെ എതിരാളികളെ നേരിടുന്നതിന് വേണ്ടി അവരും തയ്യാറെടുക്കണമെന്നും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശം നൽകിയതായും ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കൂടാതെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്നതിന് വേണ്ടി ഇറാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇസ്രായേൽ നേരത്തെ തന്നെ ട്രംപിനെ വിവരം അറിയിച്ചിരുന്നു. ഇതാണ് പെട്ടെന്ന് ട്രംപിൻ്റെ ഈ രണ്ടാമതുള്ള ആക്രമണത്തിന് പ്രകോപനകരമായി മാറിയത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും പശ്ചിമേഷ്യ ആകെ വലിയ തോതിലുള്ള ഒരു അശാന്തിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇവിടങ്ങളിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ ഭീതിയിലാണ് കഴിയുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ള വലിയ ആയുധ ശേഖരം ഇത് തങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമെന്ന് അവർ കരുതുന്നു. കൂടാതെ റഷ്യയുടെ സഹായം വലിയ തോതിൽ ഇറാന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു പ്രത്യേക വിമാനം പോലും, ഡൂംസ്ഡേ ഫ്ലൈറ്റ് എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനം പോലും, അതായത് ആകാശത്തിരുന്നുകൊണ്ട് ഭൂമിയിലെ യുദ്ധങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുള്ള വിമാനം പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന് വിട്ടുകൊടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനൊരു സമാധാനം ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു അറുതി ഉണ്ടായില്ലെങ്കിൽ ഇത് വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കുമോ എന്നാണ് ഇപ്പോഴും പലരും ഭയപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കാരണം ഇറാനെ ഉദ്ദേശിച്ച പോലെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിമർശനം അമേരിക്കൻ ജനതയ്ക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ എതിരാളികളെ പൂർണ്ണമായും ഇല്ലാതാക്കിയില്ലെങ്കിൽ ഭാവിയിൽ തങ്ങൾക്ക് ദോഷം വരും എന്നുള്ള ഒരു നില ഉള്ളത് കൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അവരും ഇറാൻ ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഏതായാലും ഈ ലോകത്തെ വലിയ ശക്തികളെല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് 2 ചേരികളിലായി നടത്തുന്ന ഈ ഒരു യുദ്ധത്തിന് ആരാണ് ഒന്ന് വിരാമമിടാൻ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഏതായാലും ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അവിടെ മിസൈൽ മഴ തന്നെ പെയ്ച്ചു എന്ന് തന്നെ പറയേണ്ടി അത്രയും രൂക്ഷമായിട്ടായിരുന്നു അവർ ആക്രമണം നടത്തി. ഇന്ന് രാവിലെയും അവിടെ അപായ സരണം മുഴങ്ങുന്ന ശബ്ദം കേട്ടതായ ദൃക്സാക്ഷികൾ വിദേശ മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയിരുന്നു.